നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രീ ബോഡി ഡയഗ്രത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ചെയ്തു. അപ്പോൾ ഈ ക്ലാസ്സിൽ അതിൻ്റെ കണ്ടിന്യൂഷൻ ആണ്. ക്വസ്റ്റ്യൻ വായിക്കാം. A ball of weight 120 Newton rests in a right angle groove as shown in the figure. The sides of the groove are inclined to an angle of 30 degree and 60 degree to the horizontal. If all the surfaces are smooth, then determine the reactions RA and RC at the point of contact. അപ്പോൾ ക്വസ്റ്റ്യനിൽ രണ്ട് റൈറ്റ് ആംഗിൾ ഗ്രൂവ് തന്നിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബോൾ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പോയിന്റ് സിയിലും പോയിന്റ് എയിലും ബോൾ സർഫസുമായിട്ടൊരു കോണ്ടാക്റ്റ് വരും. അപ്പോൾ അവിടെ എന്തുണ്ടാവും? അവിടെ ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. ലെറ്റ് ഇറ്റ് ബി ആർ സി. ഈ റിയാക്ഷൻ ഫോഴ്സ് എപ്പോഴും പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ആയിരിക്കും. ഇനി അതേപോലെ പോയിന്റ് എയിലും ഒരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. അത് ആർ എ ആയിട്ട് എടുക്കാം. അതും പെർപെൻഡിക്കുലർ ടു ദി സർഫസ്. ഇനി ക്വസ്റ്റ്യനിൽ അവർ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ഈ റിയാക്ഷൻ ഫോഴ്സ് എന്താണെന്നാണ്. അപ്പോൾ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം. അപ്പം ഫ്രീ ബോഡി ഡയഗ്രാം എങ്ങനെയാണ്? ഇതാണ് ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം. അപ്പോൾ ഇതെങ്ങനെയാണ് വരച്ചത്? ആദ്യം നമ്മൾ ബോൾ വരയ്ക്കുന്നു. എന്നിട്ട് ഇതിലെ സപ്പോർട്ട് എല്ലാം ഒഴികെ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് മാത്രം എടുത്ത് വരയ്ക്കുക അല്ലേ. അപ്പോൾ ആദ്യം ഇതിൽ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. അത് വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. പിന്നെ എന്തുണ്ടാവും? പോയിന്റ് സിയിലൊരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. അതേപോലെ പോയിന്റ് എയിലൊരു റിയാക്ഷൻ ഫോഴ്സ് ഉണ്ടാവും. ഇത് പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ആയിരിക്കും. ഇനി ഇതിൽ കണ്ടോ 30 ഡിഗ്രി 60 ഡിഗ്രി, അതായത് ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാണ്. അതേപോലെ റിയാക്ഷൻ ഫോഴ്സസ് ആരെയും ഇവിടെ നിന്ന് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പം ഈ ആംഗിൾ 30 ഡിഗ്രിയും ഇത് 60 ഡിഗ്രിയാണ്. അതെങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഈ ഡയഗ്രത്തിലുണ്ട്. ആ ആംഗിൾ കിട്ടിയതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ഡയഗ്രാമാണ് ഞാൻ എടുത്ത് വരച്ചിരിക്കുന്നത്. ഇപ്പോൾ നോക്കിയ ക്വസ്റ്റ്യൻ ലെവൽ 30 ഡിഗ്രി ആൻഡ് 60 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ അതൊരു ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ഈ റിയാക്ഷൻ ഫോഴ്സ് ആർ സി എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദി സർഫസ് ആണ്. ഞാൻ ആ ഫോഴ്സിനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എച്ച് എന്ന പോയിന്റിൽ ടച്ച് ചെയ്യുന്നു. അതായത് സർഫസിലോട്ട് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുന്നു. അപ്പോൾ 90 ആണ്, 30 ആണ്. അപ്പോൾ ഈ റിമൈനിങ് ആംഗിൾ 60 ആണെന്ന് അറിയും അല്ലേ. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ ഉള്ളിലുള്ള ഇൻറ്റീരിയർ ആംഗിൾസ് കൂട്ടുമ്പോൾ നമുക്ക് ടോട്ടൽ എന്ത് കിട്ടണം? 180 കിട്ടണം. അപ്പോൾ നമുക്ക് 90യും കിട്ടി, 30യും കിട്ടി. അപ്പോൾ റിമൈനിങ് ആംഗിൾ 60 ആണെന്ന് കണ്ടുപിടിച്ചൂടെ? എന്നിട്ട് എന്ത് ചെയ്യണം? നമുക്ക് ഇവിടുത്തെ, അതായത് നമ്മൾ ഈ പോയിന്റ്, അതായത് സെൻറ്റർ പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ആ റിയാക്ഷൻ ഫോഴ്സ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോയിന്റ് ബിയിലോട്ട് ടച്ച് ചെയ്തു. എന്നിട്ട് അവിടെ നിന്നൊരു പെർപെൻഡിക്കുലർ വരച്ചു. ഇപ്പം എൻ്റെ പുതിയ ആംഗിൾ എന്ന് പറയുന്നത് ഇവിടെ 90 ആണ് ആൻഡ് ഇവിടെ 60 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 30 ഡിഗ്രി എന്ന് കിട്ടും അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ അവിടുത്തെ ആംഗിൾ കണ്ടുപിടിക്കുന്നത്. സിമിലർ ആയിട്ടുള്ള കേസാണ് നമ്മൾ 60 ഡിഗ്രിയിലും ചെയ്യുന്നത്. അതായത് നോക്കി, ഇവിടെ ഗ്രൂവ് എന്ന് പറയുന്നത് 60 ഡിഗ്രി ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ആ 60 ഡിഗ്രി എടുത്ത് വരച്ചു. എന്നിട്ട് റിയാക്ഷൻ ഫോഴ്സ് 90 ഡിഗ്രി ആണെന്ന് അറിയാം. എന്നിട്ട് ആ റിയാക്ഷൻ ഫോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോയിന്റ് ജിയിലേക്ക് ടച്ച് ചെയ്തു. അപ്പോൾ എനിക്ക് അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രി എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്തു? ഞാൻ ആ റിയാക്ഷൻ ഫോഴ്സ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പോയിന്റ് ബിയിലോട്ട് ടച്ച് ചെയ്തു. എന്നിട്ട് അവിടെ നിന്ന് താഴോട്ട് ഒരു പെർപെൻഡിക്കുലർ വരച്ചു. അപ്പോൾ എനിക്ക് രണ്ട് ആംഗിൾ കിട്ടി. ഒരറ്റത്ത് 30 ഡിഗ്രി ആൻഡ് അടുത്തത് 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഇവിടെ 60 ഡിഗ്രി. അങ്ങനെയാണ് നമ്മൾ ആ മിഡിലുള്ള ആംഗിൾസ് കണ്ടുപിടിച്ചത്. ഓക്കെ, അങ്ങനെ നമ്മൾ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചു. ഇനി ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിട്ട് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മളത് ആദ്യം ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെന്ന് ആദ്യം നമ്മൾ അസ്യൂം ചെയ്യുന്നു. എന്നിട്ട് എന്ത് ചെയ്യാം? അപ്പോൾ ഫ്രീ ബോഡി ഡയഗ്രാം ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെങ്കിൽ അതിൻ്റെ നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സും നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സും എന്തായിരിക്കും? ഈക്വൽ ടു 0 അല്ലേ. എന്നിട്ട് നമ്മൾ തന്നിരിക്കുന്ന ഫോഴ്സസ് ഇങ്ങനെ റിസോൾവ് ചെയ്തതിന് ശേഷം അതിൻ്റെ നെറ്റ് ഹൊറിസോണ്ടൽ ഫോഴ്സ് ഈക്വൽ ടു 0, നെറ്റ് വെർട്ടിക്കൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു 0 എന്ന കണ്ടീഷനിൽ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ സോൾവ് ചെയ്യുന്നു അല്ലേ. ഇപ്പോൾ നോക്കിയേ, ഇതിൽ എന്തൊക്കെ ഫോഴ്സസ് ഉണ്ട്? വെയിറ്റ് ഉണ്ട്, റിയാക്ഷൻ ഫോഴ്സ് ആർ സി ഉണ്ട്, റിയാക്ഷൻ ഫോഴ്സ് ആർ എ ഉണ്ട്. ഇപ്പം ഇതിൽ ഏതൊക്കെയാണ് വെർട്ടിക്കൽ ഫോഴ്സ്, ഏതൊക്കെയാണ് ഹൊറിസോണ്ടൽ ഫോഴ്സ്? വെയിറ്റ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ ഫോഴ്സ് ആണ്. ഇനി ആർ സിയും ആർ എയും എന്ത് ഫോഴ്സാണ്? ഇൻക്ലൈൻഡ് ഫോഴ്സാണ്. അപ്പോൾ ഈ ഇൻക്ലൈൻഡ് ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യണം? ഹൊറിസോണ്ടലായിട്ടും വെർട്ടിക്കലായിട്ടും നമ്മൾ റിസോൾവ് ചെയ്യണം അല്ലേ. ഇങ്ങനെയല്ലേ റിസോൾവ് ചെയ്യാം? അതേപോലെ ഇവിടെയാണെങ്കിൽ ഇങ്ങനെ റിസോൾവ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ ആദ്യം ആർ സിനെ റിസോൾവ് ചെയ്യാം. ആർ സിനെ റിസോൾവ് ചെയ്യുമ്പം എങ്ങനെ റിസോൾവ് ചെയ്യാം?
അപ്പോൾ നോക്കിയേ, ഇതാണ് ആർ സി ആൻഡ് ഇത് വേർട്ടിക്കലി ഇങ്ങനെയാണല്ലേ വരുന്നത്. ഇവിടെ 30 ഡിഗ്രി ആണെന്ന് അറിയാം. അപ്പോൾ ആംഗിളുമായിട്ട് അഡ്ജസൻ്റ് ആയിരിക്കുന്നതിന് നമ്മൾ എങ്ങനെ പറയും? ആർ സി കോസ് 30 അല്ലേ? കോസ് ആംഗിൾ ആയിരിക്കും തീറ്റയായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള സൈഡ് അവിടെയുള്ള, അതായത് വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്ന് പറയുമ്പം എന്തായിരിക്കും? ഇവിടെ കോസ് 30 ആണെങ്കിൽ ഇവിടെ സൈൻ 30, ആർ സി സൈൻ 30. അപ്പോൾ നമ്മൾ ആർ സിനെ റിസോൾവ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? ആർ എ റിസോൾവ് ചെയ്യണം. ആർ എ എങ്ങനെ റിസോൾവ് ചെയ്യാം? ആർ എ എന്ന് പറയുന്നത് നോക്കിയേ, ഇത് ഞാൻ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ വരയ്ക്കാം അല്ലേ? ആർ എന്ന് ഇങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് ഇതായിരിക്കും. ഇനി ഈ ആർ എൻ്റെ വെർട്ടിക്കൽ കമ്പോണൻറ്റും ആർ എയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ 60 ഡിഗ്രിയാണ് നമ്മൾ കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ അതിനെ എങ്ങനെയാ പറയാം? ആർ എ കോസ് 60 അല്ലേ? കാരണം തീറ്റയായിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള അവിടുത്തെ കമ്പോണൻറ്റ് എന്ന് പറയുന്നത് കോസ് ആണ്. അതേപോലെ അപ്പോൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എന്തായിരിക്കും? ഓട്ടോമാറ്റിക്കലി സൈൻ ആയിരിക്കും. ആർ എ സൈൻ 60. അങ്ങനെ നമ്മൾ എല്ലാ ഫോഴ്സും ഹൊറിസോണ്ടലി വെർട്ടിക്കലി റിസോൾവ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം? എടുത്തെഴുതണം. ആദ്യം നമ്മൾ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് എടുത്തെഴുതാം. അപ്പം ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് നെറ്റ് 0 ആയിരിക്കണം. അപ്പോൾ ഏതൊക്കെയാണ് ഇവിടെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്? നോക്കിയേ, ഇവിടെ ആർ സി സൈൻ 30 വരുന്നുണ്ട് അല്ലേ? അപ്പോൾ ആർ സി സൈൻ 30. പിന്നെ ഏതാ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ്? ആർ എ സൈൻ 60. അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് അല്ലേ? ഒന്ന് ഇങ്ങോട്ടാണെങ്കിൽ മറ്റേത് ഇങ്ങോട്ടാണ്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മൈനസ് ഇട്ട് കൊടുക്കണം. മൈനസ് ആർ എ സൈൻ 60 ഇസ് ഈക്വൽ ടു 0. അതേപോലെ സമ്മേഷൻ ഓഫ് എഫ് ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓക്കെ, ഇവിടെ തന്നെ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ആർ സി സൈൻ 30 എന്ന് പറയുന്നത് സൈൻ 30 ഇസ് ഈക്വൽ ടു ആർ എ സൈൻ 60. അതായത് ഞാൻ ഈ അതായത് ഇതിനെ ഇങ്ങോട്ട് ഈക്വൽ ടു 0ൻ്റെ അപ്പുറത്തേക്ക് എഴുതി. അപ്പോൾ ഞാൻ ഒന്ന് എടുത്തെഴുതിയെന്ന് മാത്രം. ഇനി സമ്മേഷൻ ഓഫ് എഫ് ഐ എന്ന് പറഞ്ഞാൽ എന്താ? വെർട്ടിക്കൽ കമ്പോണൻസ് ഇവിടെ എന്തൊക്കെയുണ്ട്? ഒന്ന് വെയിറ്റ് ഉണ്ട്. വെയിറ്റ് വെർട്ടിക്കലി ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെയിറ്റ്, പിന്നെ എന്തുണ്ട്? പിന്നെ നമ്മൾ റിസോൾവ് ചെയ്ത രണ്ട് വെർട്ടിക്കൽ കമ്പോണൻറ്റ് ഉണ്ട്. ആർ സി കോസ് 30, ആർ എ കോസ് 60 അല്ലേ? അപ്പോൾ വെയിറ്റ് ഡൗൺവേർഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ബാക്കി ആർ സി കോസ് 60 അല്ല, ആർ സി കോസ് 30 എന്ന് പറയുന്നത് മേലോട്ടല്ലേ? കോസ് 30 എന്ന് പറയുന്നത് മേലോട്ടാണ്. അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണല്ലേ? അപ്പോൾ നമ്മൾ അതിനെ മൈനസ് ഇട്ട് കൊടുക്കുന്നു. ആർ സി കോസ് 30 എഴുതുന്നു. ഇനി അതേ ഡയറക്ഷനിലാണ് എന്തുള്ളത്? ആർ എ സൈൻ 30 ഉള്ളത്. ആർ എ കോസ് 60 ഉള്ളത്. അപ്പോൾ ആർ എ കോസ് 60. അതായത് ഒരു ഡയറക്ഷനിൽ പോകുന്നതിനെല്ലാം ഒരേ സൈൻ ഇടാം. ഇപ്പോൾ താഴത്തെയാണ് ഞാൻ നെഗറ്റീവ് ഇട്ടെങ്കിൽ മേലത്തെ രണ്ടിനും പോസിറ്റീവ് ഇടാം. ഇപ്പോൾ താഴത്തെയാണ് പോസിറ്റീവ് എടുക്കുന്നതെങ്കിൽ മേലത്തെ രണ്ടിനും നെഗറ്റീവ് ഇടണം. ഇനി ഇതെന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കണം. അപ്പോൾ എന്ത് ചെയ്യാം? വെയിറ്റ് എന്ന് പറയുന്നത് ഞാൻ നെഗറ്റീവ് ഉള്ളതിനേക്ക് ആ സൈഡ് കൊണ്ടുപോകുന്നു. ആർ സി കോസ് 30 പ്ലസ് ആർ എ കോസ് 60 അല്ലേ? അപ്പോൾ നമുക്ക് ഇതൊന്ന് എടുത്തെഴുതാം. അതായത് ആർ സി സൈൻ 30 എന്ന് പറയുന്നത് ആർ എ സൈൻ 60 ആയിരുന്നു അല്ലേ? അങ്ങനെയാണെങ്കിൽ ആർ സി എന്ന് പറയുന്നത് ആർ എ സൈൻ 60 ബൈ സൈൻ 30 അല്ലേ? എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ സൈൻ 30 ഇങ്ങോട്ട് വരുമ്പോൾ ഡിനോമിനേറ്ററിലാവും അല്ലേ? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഡിനോമിനേറ്ററിലാവും. അപ്പോൾ അത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ആർ എ ഇൻറ്റു ഈ വാല്യൂ എന്ന് പറയുന്നത് 1.732 ആണ്. അപ്പോൾ ആർ സി എന്ന് പറയുന്നത് ആർ എൻ്റെ കൂടെ 1.732 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. ഇനി രണ്ടാമത് ഇത് നമ്മൾ സമ്മേഷൻ ഓഫ് എഫ് എക്സ് എന്ന് കിട്ടിയതാണ് അല്ലേ? ഇനി സമ്മേഷൻ ഓഫ് എഫ് വൈ എടുക്കാം. അതിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ച്? വെയിറ്റ് എന്ന് പറയുന്നത് ആർ സി കോസ് 30 പ്ലസ് ആർ എ കോസ് 60 ഇങ്ങനെയല്ലേ? അപ്പോൾ ഇത് റിസോൾവ് ചെയ്യുന്ന സമയത്ത് ആർ സി എന്ന് പറയുന്നതിന് ഞാനിവിടെ ഒരു ജനറൽ ഒരു ഇതായിട്ട് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആർ എ ഇൻറ്റു 1.732 ആണ് ആർ സി എന്ന്. അത് നമുക്ക് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെയാണ്? ആർ എ ഇൻറ്റു 1.732
കോസ് 30 അല്ലേ. ആർ സിക്ക് ഞാൻ 6 ഇൻറ്റു 1.732 കോസ് 30, അതായത് എഴുതുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ എഴുതിയാൽ മതി, 1.732 6 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അത് പ്ലസ് RA കോസ് 60 അല്ലേ. ഇനി നോക്കിയേ, ഇതിൽ രണ്ടിലും കോമൺ ടേം എന്താ? RA അല്ലേ. അപ്പം നമുക്ക് എന്തെഴുതാം? RAനെ പുറത്തെടുത്ത് എഴുതാം അല്ലേ. നമുക്ക് ക്വസ്റ്റ്യനിൽ വെയിറ്റ് എന്ന് പറയുന്നത് 120 ആണെന്ന് തന്നിട്ടുണ്ട്. ആൻഡ് RA ഞാൻ പുറത്തെടുത്തു. എന്നിട്ട് 1.732 ഇൻറ്റു കോസ് 30 എന്ന് പറയുന്നത് സോൾവ് ചെയ്യുമ്പോൾ 0.866 കിട്ടും, പ്ലസ് കോസ് 30 എന്ന് പറയുന്നത്, കോസ് 60 എന്ന് പറയുന്നത് 0.5 ആണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി 2 എന്ന് കിട്ടും, 2RA എന്ന് കിട്ടും. അപ്പം 120 ആണ് 2RA. നമുക്ക് വേണ്ടത് എന്താണ്? RA ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ 2നെ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ RA എന്ന് പറയുന്നത് 120 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 60. ഇതാണ് RA. നമുക്കിനി എന്തും കൂടി കണ്ടുപിടിക്കണം? RCയും കൂടി കണ്ടുപിടിക്കണം. RC എന്ന് പറയുന്നത് 1.732 RA ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അതിൽ 1.732 ഇൻറ്റു RAൻ്റെ വാല്യൂ എന്താ? 60 ആണ്. അപ്പോൾ 60 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 103.92 ന്യൂട്ടൺ. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത്.